രതീഷ് കഴിഞ്ഞ വട്ടം ഇപ്പൊ പറഞ്ഞ പോലെ ബീന ഫിലിപ്പിന്റെ സ്ഥലത്തൊക്കെ NDA വിജയമാണ്. എന്താണ് പൊതുവെയുള്ള കാര്യങ്ങൾ? BJP വലിയ വിജയം ഉണ്ടാക്കുന്നു. പല വാർഡുകളും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കോർപ്പറേഷൻ ചെയർപേഴ്സന്റെ വാർഡിൽ ഉൾപ്പെടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു കോർപ്പറേഷനിൽ എന്നുള്ളതാണ്. അത് LDF ഒരുപോലെ കുഴക്കുന്ന കാര്യമാണ്. ഇപ്പൊ പറയാം, ഈ വൈഷ്ണവ് ജയിച്ചു കേട്ടോ. വൈഷ്ണവ് സുരേഷ് ജയിച്ചു. മുട്ടടയിലെ വൈഷ്ണവ് സുരേഷ് ജയിച്ചു. ഏറെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. പിന്നീട് കോടതി കയറി. കോടതിയിൽ നിന്ന് അനുകൂല വിധിയൊക്കെ സമ്പാദിച്ച തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയതാണ്, ഈ ജനവിധി തേടി ഇറങ്ങിയതാണ് നമ്മുടെ വൈഷ്ണവ്. ചെറിയ പ്രായമാണ്. അങ്ങനെ വൈഷ്ണയുടെ വിജയം അതൊരു സന്തോഷം നൽകുന്ന വിജയമാണ്. സ്മാർട്ടായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അത്. പിന്നീട് ആ നിലക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഭവമായതുകൊണ്ട് ആ നിലക്ക് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടുമായി മാറി. വളരെ സ്മാർട്ടായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യമുള്ള ചെറിയ പ്രായത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ആ നിലക്ക് വളരെ സന്തോഷം. കോർപ്പറേഷനിലെ 38ാം വാർഡ് കോട്ടപ്പുറത്തെ ടൈ ആണ്. 745 BJP, 745 UDF, 369 LDF. അതായത് BJP UDF ടൈ കോട്ടപ്പുറത്ത്. BJP അത് ശരി, അവർ തമ്മിലാണല്ലേ. അതായത് കോഴിക്കോട് LDF 14 ലീഡ് ചെയ്യുന്നു, UDF 11. NDA 5 സീറ്റുകളിൽ ലീഡ് മുന്നിട്ട് നിൽക്കുകയാണ്. അതേഴ്സിന് 2 സീറ്റ് അവിടെയുണ്ട്. മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ വിജയം, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് തൃശ്ശൂർ കോർപ്പറേഷൻ ഇങ്ങനെയാണ് കേട്ടോ സ്ഥിതി. UDF 21. ഹർഷ, തൃശ്ശൂർ കോർപ്പറേഷൻ UDF വമ്പൻ മുന്നേറ്റം. 21 ലീഡ് ചെയ്യുന്നു. LDF 9 സ്ഥലത്ത് മാത്രം, NDA 5. സീനാകെ മാറി. വേറൊരു കൗതുകം കൂടി പറയട്ടെ. പാലക്കാട്ടെ ആദ്യത്തെ റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഈ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3 പേരും 4-4-4. ഒരു നിമിഷം. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF വമ്പൻ തിരിച്ചുവരവാണ്. LDF 18 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. NDA 16 മാത്രമാണ്. UDF 9. അതായത് കഴിഞ്ഞ തവണത്തെ സാഹചര്യം എന്താണോ ഏതാണ്ട് അതുപോലെ 9 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് 10 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അവിടെ 10 വാർഡുകളിൽ അവർ ലീഡ് ചെയ്യുകയാണ്. LDF 18, NDA 16, UDF 9. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വമ്പൻ തിരിച്ചുവരാണ് എന്ന് വെച്ചാൽ വമ്പൻ എന്ന് പറയാനില്ല. LDF ഒരു കാര്യം കൂടി, അതായത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ UDF 10 LDF 3 മാത്രവും ലീഡ് ചെയ്യുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ലീഡ് UDF 18, LDF 4 മാത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFന്റെ തിരിച്ചുവരവാണ്. VS അനുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറയാം. ചെങ്ങന്നൂരിൽ 5 NDA ജയിച്ചിട്ടുണ്ട്. 5 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. UDF LDF 3 സീറ്റാണ്. അതായത് 5 NDA ജയിച്ചു, 5 ലീഡും ചെയ്യുന്നുണ്ട്. VS അനു, തിരുവനന്തപുരത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? കോർപ്പറേഷനിൽ തിരിച്ചുവരവാണോ ഇടതു മുന്നണിയുടെ? കഴിഞ്ഞ സനീഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെ അതേ ഒരു പാറ്റേൺ ഇഞ്ചോടിഞ്ചൻ നിൽക്കുകയും പിന്നീട് ഒരു LDFന്റെ മുന്നേറ്റം ഉണ്ടായതുപോലെയാണ്. ഇപ്പോൾ ഇതൊരു മുന്നേറ്റമായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം 18 ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്ന വാർഡുകൾ. NDA 16 ലീഡ് ചെയ്യുന്നു. UDF 9. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട LDFന്റെ ഒരു തിരിച്ചുവരവും ഉണ്ടായപ്പോൾ വലിയൊരു തിരിച്ചടി LDFന് ഉണ്ടായിരിക്കുന്നു. മുട്ടട വാർഡിൽ അംശു വാമദേവൻ തോറ്റിരിക്കുന്നു. LDFന്റെ ഒരു ഘട്ടത്തിൽ മേയറായി പോലും പരിഗണിക്കാം എന്ന് തീരുമാനിച്ചിരുന്ന അംശുവിന്റെ തോൽവി ഉണ്ടായിരിക്കുന്നു. അവിടെ വൈഷ്ണവ് സുരേഷ് ജയിച്ചിരിക്കുന്നു. വൈഷ്ണവ് സുരേഷിന്റെ വോട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വ പ്രശ്നം, പിന്നീട് ഹൈക്കോടതിയിൽ നടന്ന നിയമ പോരാട്ടം, ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ, അങ്ങനെ മുട്ടട വാർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത്. നിലവിൽ LDFന്റെ ശക്തമായ കോട്ടയായിരുന്ന മുട്ടടയിൽ വൈഷ്ണവ് സുരേഷ് ജയിച്ചിരിക്കുന്നു. അതേസമയം അദ്ദേഹത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ LDFന് ആകെ കൂടെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. 18 സീറ്റ് വാർഡിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. 16 വാർഡിൽ NDA ലീഡ് ചെയ്യുന്നു. UDF 9 വാർഡുകളിലും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ UDF ലീഡ് ചെയ്യുന്ന വാർഡുകൾ മിക്കതും LDFന്റെ സിറ്റിംഗ് സീറ്റാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. മാത്രമല്ല ഉള്ളൂരിൽ പാർട്ടി നേരത്തെ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്ന K. ശ്രീകണ്ഠൻ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഉള്ളൂരിൽ LDF പിന്നിലാണ്. അവിടെ UDF ലീഡ് ചെയ്യുന്നു. അങ്ങനെ കൂടിക്കുഴയുന്ന മാറിമറിയുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് മാറിമറിയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിധി. ആ നിലക്ക് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ LDFന് നല്ല മുന്നേറ്റം അതിനകത്തുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് ഡെസ്കിനോട് പറയേണ്ടത്, അവിടെ ആ സ്ഥാനാർത്ഥിയുടെ പേര് ഫെന്നി എന്നാണ്. ഫെന്നി നൈനാൻ, ഫെനി എന്നല്ല, ഫെന്നി നൈനാണ്. അത് അവിടെ തിരുത്തണം. ആരോ ഗോവയിൽ പോയിട്ട് വന്ന ആളാണ് ടെക്സ്റ്റ് അടിച്ചത്, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ടെംപ്ലേറ്റിൽ ഫെന്നി നൈനാനാണ്. ഫെന്നി എന്നാണ് കേട്ടോ. ഫെന്നി നൈനാൻ തോറ്റു. അതുപോട്ടെ. ബിന്നില് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നല്ല സ്മാർട്ടായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ബില്ല് എന്തെങ്കിലും 2 അപ്പവും മുട്ടക്കറിയും കഴിച്ചപ്പോഴത്തേനും കോഴിക്കോട് കോർപ്പറേഷനിൽ UDF അടിച്ചു കയറി. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇന്ന് ബിന്നിൽ വൻ ആവേശത്തിലായിരിക്കും.